Stories of Marketing in Touch with Positive People. എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയകൃഷ്ണൻ. ഒരാളെ എന്തു കൊടുത്താണ് ഈ ലോകത്ത് മതിയാക്കാൻ സാധിക്കുന്നത്? വയറ് നിറച്ചാണ് ഒരാളെ ജീവിതത്തിൽ മതിയാക്കാൻ സാധിക്കുന്നത്. അന്നം കൊടുക്കുന്നവര് ദൈവത്തിന് തുല്യമാണ്. അത് വലിയൊരു സേവനമാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ ഹീലിംഗ് എന്ന് പറയുന്നത് വിശപ്പാണ്. ഇന്നത്തെ മാർക്കറ്റ് വോയിസ് ഡിസ്കസ് ചെയ്യുന്നു നല്ല ഹോട്ടലുകൾക്ക് എന്തെല്ലാം ക്വാളിറ്റികൾ ഉണ്ടായിരിക്കണം, ഒരു ഹോട്ടൽ ബിസിനസ്സിലേക്ക് വരുന്നവർ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ എന്തൊക്കെ, ഹോട്ടലിലേക്ക് എപ്പോഴാണ് ഒരു കസ്റ്റമർ കയറി വരുന്നത്, അതിനെക്കുറിച്ച് ഹോട്ടൽ നടത്തുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ എപ്പോഴാണ് ഹോട്ടലിലേക്ക് കയറി വരുന്നത്, നിങ്ങൾ എപ്പോഴാണ് ഹോട്ടലിലേക്ക് കയറി വരുന്നത്? നമുക്ക് വിശക്കുമ്പോൾ. ആദ്യമേ അതിനെക്കുറിച്ച് പറഞ്ഞു, വിശപ്പ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഫീലിംഗ് ആണ്. അപ്പോൾ ഒരാൾ ഹോട്ടലിലേക്ക് കയറി വരുന്നത് നന്നായി വിശക്കുമ്പോഴാണ്. അത്രമാത്രം വിശന്നുകൊണ്ടാണ് ഒരാൾ ഹോട്ടലിലേക്ക് കയറി വരുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഭക്ഷണം കിട്ടണം എന്ന് ആ കസ്റ്റമർ ആഗ്രഹിച്ചിരിക്കും, ഉറപ്പായിട്ടുണ്ടാകും. ആ ഹോട്ടലിലെ വെയിറ്റർ എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, ഭക്ഷണത്തിന് ഓർഡർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കസ്റ്റമറുടെ അടുത്ത് കൃത്യമായിട്ട് പറയണം, 15 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ ഫുഡ്, സാറിൻ്റെ ഫുഡ് ടേബിളിലെത്തും എന്ന് പറഞ്ഞിരിക്കണം. അങ്ങനെ പറയാതെ ഒരാളെ ഒരു കാരണവശാലും വെയിറ്റ് ചെയ്യിപ്പിക്കരുത്. കാരണം അയാൾ ഉദ്ദേശിക്കുന്ന ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ വന്നിരിക്കുമ്പോൾ ഒരു പരിധി വരെ അവർ വിശപ്പ് സഹിച്ചുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവർക്ക് എന്തൊക്കെ നൽകാം? ജ്യൂസ് വേണോ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ചെറിയ സ്നാക്സ് വേണോ എന്ന് ചോദിക്കാം ആ കസ്റ്റമറുടെ അടുത്ത് ഈ വെയിറ്റർക്ക്. അല്ലെങ്കിൽ കുടിക്കാനായി ചൂടുവെള്ളമോ അല്ലെങ്കിൽ തണുത്ത വെള്ളമോ ആവശ്യപ്പെടുകയാണെങ്കിൽ വേണോ എന്ന് ചോദിക്കാം. ആ രീതിയിൽ ഒരു കസ്റ്റമർ റാപ്പോയും അവിടെ ഈ വെയിറ്റർ ബിൽഡപ്പ് ചെയ്യേണ്ടതുണ്ട്. ആ രീതിയിൽ നല്ലൊരു റിലേഷൻ ബിൽഡപ്പ് ചെയ്ത് 15 മിനിറ്റിനുള്ളിൽ ഫുഡ് വരൂ കേട്ടോ എന്നൊക്കെ സ്നേഹത്തോടെ അവരുടെ അടുത്ത് പറയുകയാണെങ്കിൽ ആ ഹോട്ടലിനകത്ത് നടക്കുന്ന റൈസ് കൊടുക്കുകയും, ആ ഒരു കാഴ്ചയുണ്ട് ഹോട്ടലിനകത്തെ കാഴ്ചകൾ, ആ കാഴ്ചകളിലേക്ക് അവരുടെ കണ്ണുകൾ അയക്കുമ്പോൾ അതൊക്കെ കൊണ്ട് കുറച്ച് സമയം പോയിക്കോളും. പിന്നെ മൊബൈൽ നോക്കുന്നവരാണെങ്കിൽ കുറച്ചൊക്കെ റീല് കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ശേഷം അവർക്ക് റെസ്റ്റ് ചെയ്ത് വളരെ സൈലന്റ് ആയിട്ട് ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നൊരു മൂഡാണെങ്കിൽ അങ്ങനെ ഇരുന്ന് ഈ 15 മിനിറ്റ് സംസാരിക്കാം. അപ്പോഴേക്കും ഫുഡ് റെഡി ആയിട്ട് വരും. അപ്പോഴൊക്കെ അവർ കൃത്യമായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ടാവും, വാച്ചിലേക്ക് നോക്കുന്നുണ്ടാവും. അപ്പോൾ പറയുന്ന സമയത്ത് തന്നെ ഈ ഫുഡ് എത്തിച്ചു കൊടുക്കാൻ തയ്യാറാകണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതായത് ഏറ്റവും നല്ല സർവീസ്, ഒരു ഹോട്ടലിൻ്റെ സർവീസ് വളരെ ബെസ്റ്റ് ആയിരിക്കണം. അങ്ങനെ ബെസ്റ്റ് ആവണമെങ്കിൽ അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട്, വളരെ സിൻസിയർ ആയിട്ട് ഈ സർവീസ് ചെയ്യാൻ തയ്യാറായിരിക്കണം. വളരെ സ്പീഡായിട്ട് സർവീസ് ചെയ്ത് കൊടുക്കണം. ഫുഡ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡിലേ വരാതെ വളരെ സ്പീഡായിട്ട് തന്നെ അവർക്ക് അവർ ആവശ്യപ്പെടുന്ന ഫുഡ് വളരെ പെട്ടെന്ന് തന്നെ സഡനായിട്ട് എത്തിച്ചു കൊടുക്കണം. രണ്ടാമതൊരു കാര്യമുണ്ട്, ഒരു നീറ്റ്നെസ് വേണം കേട്ടോ. ഈ നീറ്റ്നെസ്സിനെ കുറിച്ച് എല്ലാവരും പ്രിഫർ ചെയ്യുന്ന, ഹോട്ടലിലേക്ക് കയറുന്ന എല്ലാവരും പ്രിഫർ ചെയ്യുന്ന എല്ലാ കസ്റ്റമറും, എനിക്ക് നീറ്റ്നെസ് ഞാൻ വളരെ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു ഹോട്ടലിൽ കയറുക. അപ്പോൾ നീറ്റ്നെസ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ ഒരു ഹോട്ടലിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ആ എച്ചിൽ പാത്രങ്ങൾ, ഒരാൾ കഴിച്ച ഫുഡുകൾ, അല്ലെങ്കിൽ ചിക്കൻ കഴിച്ച പ്ലേറ്റുകൾ, ഊണ് കഴിച്ച ഇലകൾ, ഇതെല്ലാം അശ്രദ്ധയോടെ ടേബിളിൽ തന്നെ ഇങ്ങനെ കിടക്കുന്നത് അതൊരു നല്ല കീഴ്വഴക്കമല്ല. എത്രയും പെട്ടെന്ന് അത് എടുത്തു മാറ്റാനുള്ള സംവിധാനം അതിൻ്റെ സർവീസ് ബോയ്സ് കൃത്യമായിട്ടത് ഒരു ഹോട്ടലിൽ ചെയ്തിരിക്കണം. അതിൻ്റെ ഓണേഴ്സ് കൃത്യമായിട്ട് ആ എച്ചിൽ പ്ലേറ്റുകൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ വളരെ സഡനായിട്ട് തന്നെ അത് എടുത്തു മാറ്റാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരിക്കണം. ഒരു നീറ്റ്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഒരു ഹോട്ടൽ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഞാൻ കാലിക്കട്ടിലുള്ള പാറുകൾ ഹോട്ടൽ വളരെ ഫേമസ് ആണ്. അവിടെ ബിരിയാണി ഫേമസ് ആണ്, ചിക്കൻ ബിരിയാണി. അപ്പോൾ ഞങ്ങൾ ഫാമിലി അവിടെ പോയപ്പോൾ നേരത്തെ ആരെങ്കിലും വിളിച്ച് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് കുറച്ചുകൂടെ ആ ടൈമിങ്ങിൽ തന്നെ എത്തിച്ചേരുമ്പോൾ ഫുഡ് നമുക്ക് കഴിക്കാൻ സാധിക്കും, ബിരിയാണി കഴിക്കാൻ സാധിക്കും.
എനിക്ക് അത്ഭുതം തോന്നിയത് അവിടെ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വളരെയധികം ക്യൂ പാലിക്കുന്ന, ഫുഡ് കഴിക്കാൻ വേണ്ടി വിശപ്പ് സഹിച്ചുകൊണ്ട് ക്യൂ നിൽക്കുന്നു, വെയിറ്റ് ചെയ്യുന്നു. അവരുടെ സർവീസ് ഒരു ബെസ്റ്റ് സർവീസായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവർ ഇരിക്കാൻ പറയുന്നുണ്ട്, ഇരിക്കാനുള്ള സീറ്റുണ്ട്. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ആ ടേബിളിലേക്ക് ഇരിക്കുമ്പോഴേക്കും ഒരിക്കലും വൃത്തിഹീനമായ ഒരു ഫ്ലൈറ്റുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അവിടെ കാണുന്നില്ല. അതൊക്കെ ക്ലിയർ ചെയ്ത ശേഷം ടേബിള് ക്ലിയർ ചെയ്ത ശേഷമാണ് അവർ ഒരു കസ്റ്റമറെ ആ ടേബിളിലേക്ക് ഇരുത്തുന്നത് തന്നെ. അപ്പോൾ ഇരുന്ന ശേഷം നിങ്ങൾക്ക് എന്താ ചിക്കൻ ബിരിയാണിയാണോ, അതിനുശേഷം ചിക്കൻ ബിരിയാണി ആണെങ്കിൽ ചിക്കൻ ബിരിയാണി, എന്ത് ഫുഡാണ് വേണ്ടത് അത് ഓർഡർ ചെയ്യാം. ആ ഓർഡർ വരും. പാരഗൺ വലിയ ഫേമസ് ആയ ഹോട്ടലാണ്. വളരെ രുചിയുള്ള ചിക്കൻ ബിരിയാണിയാണ് അവിടുന്ന് കിട്ടിയത്. അപ്പോൾ ഇത് പറയാൻ കാരണം അത് എന്തുകൊണ്ടാണ് അത്രയും ആളുകൾ അവിടെ വെയിറ്റ് ചെയ്യുന്നത്? അവിടുത്തെ ഫുഡിൻ്റെ ആ ടേസ്റ്റിൻ്റെ മേന്മ കൊണ്ടും പിന്നെ ഒരു നീറ്റ്നെസ് കൊണ്ടുമാണ്. വളരെ ഒരു നല്ല ഒരു കീഴ്വഴക്കമായിട്ട് സംവിധാനമായിട്ട് എനിക്കത് തോന്നി. അതുപോലെ തന്നെ നമ്മൾ നീറ്റ്നെസ്സിൻ്റെ കാര്യം പറയുമ്പോൾ, ഒരു ഹോട്ടലിൻ്റെ നീറ്റ്നെസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ വാഷ് ബേസിൻ. അത് വളരെ ക്ലിയർ ആയിട്ട് ഒരു ഫുഡ് കഴിക്കാൻ വന്നാൽ, ഒരു ഹോട്ടലിലേക്ക് ഫുഡ് കഴിക്കാൻ വന്നാൽ എവിടെയാണ് ആദ്യം നമ്മൾ പോകുന്നത്? അല്ലേ, നമ്മൾ കൈ വാഷ് ചെയ്യാൻ വേണ്ടി പോകും. കൈ വാഷ് ചെയ്യുന്ന വാഷ് പ്ലേസ് അത് വളരെ നീറ്റായിരിക്കണം. വളരെ അപൂർവമായിട്ട് കണ്ടിട്ടുണ്ട് ചോറിൻ്റെ അംശങ്ങൾ അല്ലെങ്കിൽ ബിരിയാണിയുടെ അംശങ്ങൾ അതൊക്കെ അതിനകത്ത് കിടന്ന് ആകെ അലങ്കോലമായി കിടക്കുന്ന, നമുക്ക് ഒരിക്കലും അതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നീറ്റ്നെസ് വൃത്തി വളരെയധികം കീപ്പ് ചെയ്യുന്നവർ നമുക്കത് ഒരു പ്രയാസമായിട്ട് തോന്നും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് വാഷ്റൂംസ്. അത് വളരെ നീറ്റായിട്ട് സൂക്ഷിക്കണം. അത് നീറ്റായിട്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വരുന്ന കസ്റ്റമർ, ഇപ്പോൾ ഹോട്ടലുകാർ മാത്രം വിചാരിച്ച ഒരു കാര്യവും നന്നായിട്ട് നടക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല. വരുന്ന കസ്റ്റമറും ആ തരത്തിലുള്ള ബിഹേവിങ് ഹാബിറ്റ് അവർക്കുണ്ടായിരിക്കണം. കസ്റ്റമർ പല സ്വഭാവക്കാരാണ്, പല രീതികളാണ്. ചിലപ്പോൾ വാഷ്റൂമിൽ കയറിയിട്ട് വെള്ളം ഒഴിക്കാതെ പോകുന്നവരുണ്ടാകാം. അങ്ങനെ പല ടൈപ്പിലുള്ള കസ്റ്റമറും ഉണ്ടാകാം. പക്ഷെ നമ്മൾ കഴിവതും അത് ചെക്ക് ചെയ്യാൻ അവിടെ ആരെങ്കിലും ഉണ്ടാകണം. അത് നന്നായിരിക്കും. ഇടയ്ക്കൊക്കെ അത് ചെക്ക് ചെയ്ത് ആ വാഷ്റൂമും ആ ഏരിയ വൃത്തിയാക്കുന്നതും, അതുപോലെ വാഷ് ബേസിൻ കൈ കഴുകുന്ന ഭാഗത്ത് കൃത്യമായി വെള്ളം വരുന്നുണ്ടോ, അതുപോലെ ഹാൻഡ് വാഷ് കൃത്യമായിട്ട് അവിടെ വയ്ക്കുക. ഇങ്ങനെയുള്ള കാര്യം കോവിഡിന് ശേഷം നമ്മൾ കൈ നന്നായിട്ട് വാഷ് ചെയ്യാനുള്ള ഒരു സംസ്കാരത്തിലേക്ക് എല്ലാവരും തന്നെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നീറ്റ്നെസ് എന്ന് പറയുമ്പോൾ ആ ടേബിളിലുള്ള ഒരു നീറ്റ്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വാഷ്റൂമിലും അതുപോലെ വാഷ് ബേസിനുള്ള നീറ്റ്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വളരെ നന്നായിട്ട് തന്നെ ഈ ഭക്ഷണം സപ്ലൈ ചെയ്യുന്ന, ഓർഡർ എടുക്കുന്ന വെയിറ്ററും ഭക്ഷണം സപ്ലൈ ചെയ്യുന്നവരും വളരെ നീറ്റ് ഡ്രസ്സിലും വന്ന് സപ്ലൈ ചെയ്യണം. വളരെ നീറ്റായിട്ട് വന്ന് വളരെ സ്മൈലിംഗ് ആയിട്ട് നീറ്റായിട്ട് കസ്റ്റമർ സർവീസ് ചെയ്യാനുള്ള ഒരു മനോഭാവത്തോടെ നീറ്റായിട്ട് ആ ജോലി ചെയ്യുകയാണെങ്കിൽ എത്രയോ നല്ല കാര്യമാണത്. നമ്മുടെ മനസ്സ് നിറയും. ആദ്യം കസ്റ്റമറുടെ മനസ്സ് നിറയ്ക്കാൻ ഒരു വെയിറ്റർക്കും ആ സപ്ലൈ ചെയ്യുന്ന ആൾക്കും സാധിച്ചിരിക്കണം. ഹോട്ടലിന് ഉണ്ടാകേണ്ട മറ്റൊരു ക്വാളിറ്റിയാണ് കണ്ണുണ്ടായാൽ പോരാ, കാണാൻ സാധിക്കണമെന്ന് പലരും പറയാറുണ്ട്. ഒരു ഫുഡ് നിങ്ങളൊരു ടേബിളിൽ കൊടുത്തു, ഏത് ഫുഡും ആയിക്കോട്ടെ, അതിനുശേഷം അത് കൊടുത്തു, പിന്നെ വേറെ വഴിക്കങ്ങ് പോകും. പിന്നെ ആ ഭാഗത്തേക്ക് നോക്കില്ല. അല്ലെങ്കിൽ ചില ഹോട്ടലിലൊക്കെ സോഫയിൽ ഇരുന്ന് മൊബൈൽ വാട്സപ്പ് നോക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം നോക്കിക്കൊണ്ടിരിക്കും. ഫുഡ് കഴിച്ചിട്ട് അയാൾ ചുറ്റും ഒന്ന് പരതും. ആവശ്യം ഇത്തിരി വെള്ളം, ചൂടുവെള്ളം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്, ഇത്തിരി വെള്ളം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്, അല്ലെങ്കിൽ ഇത്തിരി റൈസ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്, രണ്ടാമത് കടലക്കറിയുടെ ഗ്രേവി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്, അല്ലെങ്കിൽ 2 ഇടിയപ്പം വേണം. ഇത് നോക്കുമ്പോൾ ആരെയും കാണില്ല. നമുക്കത് ഒരാൾക്ക് ഒരു സർവീസ് കൊടുത്ത ശേഷം നമ്മൾ കുറച്ച് മാറി നിന്ന് അയാൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചിലപ്പോൾ അയാൾ പറയണമെന്നില്ല, പറഞ്ഞില്ലെങ്കിൽ പോലും എന്താണ് വേണ്ടത് എന്ന് ചോദിക്കാനുള്ള ഒരു മനസാക്ഷി, ആ ഒരു മനുഷ്യത്വം നമ്മൾ കീപ്പ് ചെയ്യണം. നമ്മൾ സദ്യകളിലൊക്കെ പോകുമ്പോൾ, കല്യാണങ്ങൾക്ക് സദ്യകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്ക് അനുഭവം തന്നെ ഉള്ളതാണല്ലോ. ആദ്യം ഫുഡ് അങ്ങ് വിളമ്പും, അതിനുശേഷം ഇടയ്ക്ക് വന്ന് എന്താ വേണ്ടേ, വെള്ളം വേണോ, അല്ലെങ്കിൽ എന്ത് കറിയാണ് വേണ്ടേ, കാളം വേണോ, ഓലം വേണോ എന്നൊക്കെ ചോദിച്ച് നടക്കുന്നത് കണ്ടിട്ടില്ലേ? ഫുഡ് കൊടുക്കുന്നവർ
അവർ നല്ല മനുഷ്യരായിരിക്കണം, മനസാക്ഷി ഉള്ളവരായിരിക്കണം. കണ്ണ് ഉണ്ടായാൽ പോരാം, കാണാനുള്ള കഴിവുണ്ടാകണം. അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം കൃത്യസമയത്ത് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു മനോധർമ്മത്തിലേക്ക് വളർന്നാൽ ഒരു നല്ല പബ്ലിക് റിലേഷൻ, അതൊരു നല്ല റിലേഷൻ ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. ആ ഹോട്ടലിലേക്ക് പിന്നെയും വരാൻ നമുക്ക് തോന്നുന്ന കാര്യമാണ്. ഒരു പപ്പടം ചോദിച്ചു, ഇനി ഇവിടെ പപ്പടം ഇല്ല, ഒരു പ്രാവശ്യം പപ്പടം തരുള്ളൂ. പപ്പടം കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് പല സുഹൃത്തുക്കളും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പപ്പടം കൂടി കൊടുത്തു എന്ന് വിചാരിച്ച് യാതൊന്നും നമുക്ക് നഷ്ടപ്പെടാനില്ല. ചിലപ്പോൾ ഒരു കസ്റ്റമറെ നിസ്സാരമായ ഒരു പപ്പടത്തിൽ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ഫുഡ് കഴിക്കുമ്പോൾ ചോദിക്കുന്നത്. അത് നമുക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു മാനസിക അവസ്ഥ ഉണ്ടാകുന്നത് നിങ്ങളുടെ ഹോട്ടൽ ബിസിനസ് ബിൽഡപ്പ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും ഉറപ്പായിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്ന ആള് ഭക്ഷണം കഴിച്ച് ഒരു ഫാമിലി പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു റാപ്പോ ബിൽഡപ്പ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്, നന്നായിരുന്നോ, നല്ല ഫുഡായിരുന്നോ, എങ്ങനെയുണ്ടായി എന്ന് അഭിപ്രായം ചോദിക്കുന്നത് ഏറെ നന്നായിരിക്കും. നല്ല ഫുഡാണ്, എനിക്കിഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ആ ഹോട്ടൽ നടത്തുന്നയാൾക്ക് വളരെ ആനന്ദം നൽകുന്ന ഒരു കാര്യമാണ്. നന്നായിരുന്നു കേട്ടോ, നല്ല ഭക്ഷണമാണ്, ഇടയ്ക്ക് വരാം എന്നൊക്കെ പറയുന്നത് ഏറ്റവും ആനന്ദകരമായ ഒരു മുഹൂർത്തം തന്നെയാണ്. ഒന്ന് ഓർക്കണം, ഇതിനകത്ത് ആ ഹോട്ടലിൻ്റെ ഷെഫ് ഉൾപ്പെടെ, സപ്ലൈ ചെയ്യുന്ന ആൾ ഉൾപ്പെടെ, ആ ഷോപ്പിൻ്റെ ഓണർ ഉൾപ്പെടെ, ആ ഷോപ്പിൻ്റെ വെയിറ്റർ ഉൾപ്പെടെ, ആ സെക്യൂരിറ്റി ചേട്ടൻ ഉൾപ്പെടെ, ബോർഡ് പിടിച്ചുകൊണ്ട് ഈ ഹോട്ടലിലേക്ക് കയറൂ എന്ന് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ മനുഷ്യനുൾപ്പെടെ, ആ പാവം വെയില് കൊണ്ട് നിൽക്കുന്ന മനുഷ്യനുൾപ്പെടെ എല്ലാവരും നിങ്ങളെ കാത്തു നിൽക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ വരുന്നവരെ കാത്തു നിൽക്കുകയാണ്. അവർ വിശന്നാണ് നിൽക്കുന്നത്. ഞാൻ പലപ്പോഴും അത് തിരക്കിയപ്പോൾ ഭക്ഷണം കഴിച്ചോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നാണ്, ഇങ്ങോട്ട് കയറൂ എന്ന് പറഞ്ഞുകൊണ്ട് ഹോട്ടലിന്റെ മുൻപിൽ നിൽക്കുന്നവർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഒരു വെയിലത്ത് 2, 3, 4 മണിക്ക് അവർ ഭക്ഷണം കഴിക്കാതെ നിൽക്കുന്നുണ്ട്. അവരെല്ലാവരും തന്നെ ഭക്ഷണം കഴിക്കാതെ തന്നെയാണ് നമുക്ക് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് എന്ന റിയാലിറ്റി കൂടി ഇതിനകത്ത് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഒരു നല്ല ഭക്ഷണ സംസ്കാരം എന്ന് പറയുന്നത് നല്ല ഫുഡ് കൊടുക്കുക, നൈസ് ഫുഡ് കസ്റ്റമറിന് കൊടുക്കുക എന്നുള്ളതാണ്. ഈ നല്ല ഫുഡ് എങ്ങനെയാണ് ഒരു കസ്റ്റമറിന് കൊടുക്കാൻ സാധിക്കുക? ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മുടെ മനസാക്ഷിയെ ഒരിക്കലും വഞ്ചിക്കാതിരിക്കുക, പഴകിയ ഭക്ഷണം കൊടുക്കാതിരിക്കുക എന്നുള്ള ഒരു ക്വാളിറ്റി പുതിയ ഒരു ഹോട്ടൽ വ്യവസായത്തിലേക്ക് ഇറങ്ങുന്നവർ, റെസ്റ്റോറൻറ്റ് വ്യവസായത്തിലേക്ക് ഇറങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് പ്രത്യേകമായി പറയേണ്ട ഒരു കാര്യമല്ല. അത് ചിന്തിച്ചാൽ ഒരു കാരണവശാലും നമ്മൾ പഴകിയ ഭക്ഷണം നമുക്കത് കഴിക്കാൻ പറ്റുമോ? നമ്മൾ സ്വയം കഴിക്കുമോ 3-4 ദിവസമായ ഭക്ഷണം? അതുകൊണ്ടൊക്കെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണവും പഴകിയ ഭക്ഷണവും മറ്റുള്ളവർക്ക്, നമ്മുടെ ഭക്ഷണം കഴിക്കാൻ വളരെയധികം വിശന്ന് വരുന്നവർക്ക് ആ രീതിയിൽ അവരെ കഷ്ടപ്പെടുത്താതിരിക്കുക, അവരുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. അത് നമ്മുടെ ഒരു ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തമാണ് ഒരു ഹോട്ടൽ വ്യവസായം നടത്തുന്നവരുടെ. ടേസ്റ്റി ഫുഡ് കൊടുക്കുക, അതൊരു കൈപുണ്യമാണ് കേട്ടോ. നമ്മുടെ അമ്മമാരുണ്ടാക്കുന്ന നല്ല കറികൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ടേസ്റ്റോടെ നിലനിൽക്കുന്നുണ്ട് അല്ലേ? അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട് പലപ്പോഴും തന്നെ. അതുപോലെ ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ കൈപുണ്യമായ ഒരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ചില ഹോട്ടലുകളെ ഷെഫുകൾ വളരെ ടേസ്റ്റോടെ ഭക്ഷണം ഉണ്ടാക്കും. ആ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റാണ് ഒരു ഹോട്ടലിലേക്ക് നമ്മളെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നത്. വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അജിനോമോട്ടോ പോലുള്ള സാധനങ്ങൾ ഒരു കാരണവശാലും ഭക്ഷണത്തിൽ ആഡ് ചെയ്യാതെ നല്ല ഭക്ഷണം നല്ല ടേസ്റ്റോടെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ ഇന്നിപ്പോൾ ഷെഫുകൾ എല്ലാവരും പുതിയ ഹോട്ടൽ സിസ്റ്റത്തിൽ നല്ല ഭക്ഷണം ടേസ്റ്റോടെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ വളരെയധികം പ്രാധാന്യം എല്ലാവരും കൊടുക്കുന്നുണ്ട്. അത് ഇൻസ്റ്റയിലും FBയിലും ഒക്കെ പോസ്റ്റ് ചെയ്ത് അങ്ങനെ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നതിൻ്റെ ബാക്കിൽ നല്ല ഒരു പബ്ലിക് റിലേഷൻ ഉണ്ടാകണം. വരുന്ന കസ്റ്റമറെ, ഒരു ചെറിയ കസ്റ്റമറെ ആണെങ്കിലും വലിയ കസ്റ്റമർ ആണെങ്കിലും അവരെ ഒരുപോലെ കണ്ട്, എല്ലാ ഫാമിലികളെയും എല്ലാ കുടുംബങ്ങളെയും ഒരുപോലെ കണ്ട് അവരെ സ്വീകരിച്ച് ഇരുത്തി, സ്പേസ് വരുന്നതനുസരിച്ച്, സ്ഥലം ഒഴിവാവുന്നതനുസരിച്ച് ഇരിക്കാമെന്ന് പറഞ്ഞ് അവരെ വെയിറ്റ് ചെയ്യിപ്പിച്ച് ഭക്ഷണം കൊടുക്കാനുള്ള
ആ ഒരു മാനസിക അവസ്ഥയിലേക്ക് ഹോട്ടൽ നടത്തുന്നവർ എത്തിച്ചേരേണ്ടതാണ്. ആ ഒരു ക്വാളിറ്റി അവർക്ക് ഉണ്ടായിരിക്കണം. എപ്പോഴാണ് നമ്മളൊരു ഫുഡ് ഓർഡർ കൊടുക്കുന്നത്, ആ ഫുഡ് നമുക്ക് ഇഷ്ടമായിട്ടാണ് ആദ്യം ആ ഫുഡിനെ ഇഷ്ടപ്പെടണം. ചട്ടിച്ചോറ് കഴിക്കാൻ വളരെയധികം ആഗ്രഹത്തോടെ ഒരു ഹോട്ടലിലേക്ക് കയറി ചെല്ലുന്നു. അപ്പോൾ അവർ പറയുന്നു ചട്ടിച്ചോറ് തീർന്നു പോയി, അതിന് പകരം പെപ്പർ അൽഫാം തരാം, അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി തരാം. നമ്മൾ വേറൊരു ഫുഡ് സെലക്ട് ചെയ്യുമ്പോൾ ആ വെയിറ്റർ പറയും ഇത് വളരെ നല്ല ഫുഡാണ്, വളരെ ടേസ്റ്റി ഫുഡാണ്. അങ്ങനെ ആ ഫുഡിന്റെ കാര്യങ്ങള്, ഗുണങ്ങള്, ഉണ്ടാക്കുന്ന ഷെഫിന്റെ ക്വാളിറ്റികള്, ഗുണങ്ങള്, ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴാണ് പിന്നെ ആ പുതിയ തരം ഒരു ഫുഡ് പരീക്ഷിക്കാൻ ഒരു കസ്റ്റമർ തയ്യാറാകുന്നത്. അപ്പോൾ ഹോട്ടലിലേക്ക് വരുന്ന ഒരു കസ്റ്റമർ അവർ ഉദ്ദേശിച്ച ഫുഡ് കിട്ടിയില്ലെങ്കിലും അവിടെ ഉള്ള ഫുഡ് എന്താണോ അതിനെക്കുറിച്ച് വളരെ വലുപ്പത്തിൽ അട്രാക്റ്റീവായിട്ട് ആ കസ്റ്റമറായിട്ട് നന്നായിട്ട് ഇന്ററാക്ട് ചെയ്ത് ആ ഫുഡിന്റെ ഓർഡർ എടുക്കുന്നതിനുള്ള ഒരു കലിബറിലേക്ക്, ഒരു ക്വാളിറ്റിയിലേക്ക് ഒരു വെയിറ്റർ വളരണം. അങ്ങനെ വളരണമെങ്കിൽ വളരെ നന്നായിട്ട് ആ ഫാമിലിയോട് പെരുമാറാൻ സാധിക്കണം. ആ ഫാമിലിയോടും ആ കുടുംബാംഗം, ഒരു ഹസ്ബൻഡ് വൈഫ് കുട്ടികളാണെങ്കിൽ അവരോട് നന്നായിട്ട് ഇടപഴകാനും സ്നേഹത്തോടെ സംസാരിക്കാനും കൂടി ഒരു വെയിറ്റർ, ആ ഹോട്ടലിന്റെ ആ വെയിറ്റർ തന്നെ വേണമെന്നില്ല, അതിന്റെ ആ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുകയാണെങ്കിൽ ആ ഓണർ അങ്ങോട്ട് ഇറങ്ങി വന്ന്, തിരക്കില്ലെങ്കിൽ ആ ഓണർ തന്നെ അങ്ങോട്ട് അവരുടെ അടുത്തേക്ക് വന്ന് അതിന്റെ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞ് വേറൊരു ഹോട്ടലിലേക്ക് ചട്ടിച്ചോറ് തേടി വേറെ ഹോട്ടലിലേക്ക് പോകാതെ അവിടെ ഉള്ള ഫുഡ് കൊടുത്ത് അവരെ സാറ്റിസ്ഫൈ ആയി പറഞ്ഞയക്കാൻ ഒരു ഹോട്ടൽ നടത്തുന്ന ആളുകൾക്ക്, അതിൻ്റെ മാനേജ്മെന്റിന് കഴിഞ്ഞിരിക്കണം. മാർക്കറ്റ് വോയിസിൽ ഹോട്ടൽ ബിസിനസിന്റെ മറ്റൊരു ഏരിയയുമായിട്ട് നെക്സ്റ്റ് തേഴ്സ്ഡേ നമുക്ക് കാണാം. ഓൾ ദ ബെസ്റ്റ്.